ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ചെറിയ കൊഞ്ചാണ് കിട്ടിയത്. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ ഷെഫ് പിള്ളൈ ഫേമസ് ആക്കിയ ഒരു റെസിപ്പിയുണ്ട്. പ്രോൺസ് നിർവാണമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പൊടികളായിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൊടികളെല്ലാവും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ഇട്ടത് നമ്മൾ ഈ പ്രോൺസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. പ്രോൺസ് ഞാനിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വാഴയിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നിർവ്വാണയിലോട്ട് പോകാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയുമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പ്രോൺസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രോൺസ് എല്ലാം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ നമ്മൾ ഇതിൻ്റെ പുറത്തൊഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, നല്ല നാടൻ വെളിച്ചെണ്ണയും നല്ല കട്ടി തേങ്ങാപ്പാലിൻ്റെ മണം എന്താണെന്ന്. അപ്പോൾ നല്ല മണം എനിക്ക് വരുന്നുണ്ട്. ഇത് ഒഴിച്ചപ്പോഴും തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ഇഞ്ചിയുടെയും ആ വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെയും ആ വാഴയിലയുടെയും എല്ലാത്തിൻ്റെയും ചെമ്മീനിൻ്റെയും ആ ഒരു മണം എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഇതൊന്നും വെച്ചല്ല കഴിക്കുന്നത്. ഞാനിന്ന് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കടയിൽ പോയി കഴിക്കാൻ പറ്റണമെന്നുണ്ടാവത്തില്ല. വീട്ടിൽ നമുക്ക് ഫിഷൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ.